അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾ പറഞ്ഞു, അമ്മ എന്തിനാ വിഷമിക്കുന്നത്? ഞങ്ങളില്ലേ അമ്മയുടെ കൂടെ, ഞങ്ങളില്ലേ അമ്മയുടെ കൂടെ, അമ്മ എന്തിനാ കരയുന്നേ? അമ്മയ്ക്കൊന്നും സംഭവിച്ചിട്ടില്ല, ഒരു ചെറിയ മുറിവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ 3 ഹല്ലേലൂയ എല്ലും ഒടിഞ്ഞ് ഹല്ലേലൂയ ഒരസ്ഥി ഇപ്പുറത്തൂടെ മാംസത്തിനകത്തൂടെ ഒടിഞ്ഞിറങ്ങി ഹല്ലേലൂയ വല്ലാത്ത ആഴത്തിൽ മുറിവ്, ബ്ലഡ് എല്ലാം ഒഴുകിക്കൊണ്ടിരിക്കുമ്പോഴും എൻ്റെ കുഞ്ഞുങ്ങൾ എന്നെ ആശ്വസിപ്പിക്കുകയാണ്, ഹല്ലേലൂയ അമ്മയ്ക്കൊന്നുമില്ല, അമ്മ കരയണ്ട, ഞങ്ങളില്ലേ അമ്മയ്ക്ക്, അമ്മയുടെ കൂടെ ഞങ്ങളില്ലേ. എല്ലാ അമ്പലങ്ങളിൽ പോയി ഇന്നും ഈ ഭൂമിയിൽ ഞാൻ ജീവനോടെ ഇല്ല, മരിച്ചവർക്ക് ചെയ്യുന്ന ബലികർമ്മം വരെ എനിക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞു. അന്ന് സമ്പത്തുള്ളപ്പോൾ ആരോഗ്യം, രാത്രികളെ പകലാക്കി ഒരുപാട് പേർക്ക് ഓടി നടന്ന് പ്രാർത്ഥിച്ച ഞാൻ ഒരു രാത്രിയിൽ വിശ്രമിക്കും. അപ്പോൾ എനിക്ക് മനസ്സിലായി, പണമുള്ളപ്പോൾ ആരോഗ്യമുള്ളപ്പോൾ നമ്മുടെ കൂടെ ഒത്തിരി പേര് കാണും. അതെന്റെ അനുഭവമാണ്. ആക്സിഡന്റ് വന്ന് കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ കൂടെ നിന്നവരും സ്നേഹിച്ചവരും കരുതിയവരെല്ലാം മാറിപ്പോയി. അവർക്ക് മനസ്സിലായി, അവർ ഓർത്തു ജോയ്മ സിസ്റ്റർ തീർന്നു, ഹല്ലേലൂയ ഇവിടെ കൊണ്ട് തീർന്നു, ശുശ്രൂഷ തീർന്നു. പക്ഷെ എൻ്റെ അപ്പനൊന്ന് തെളിയിക്കണമായിരുന്നു, ഹല്ലേലൂയ കാലില്ലെങ്കിലും ദൈവരാജ്യത്തിന് വേണ്ടി ഹല്ലേലൂയ എടഞ്ഞാണെങ്കിലും ഞാൻ നിൽക്കും. ഒത്തിരി അടിയേറ്റത് ഞാൻ. എൻ്റെ ഹസ്ബൻഡ് ഇന്നും വിശ്വാസത്തിലല്ല, ആശാരി കുടുംബത്തിൽ ജനിച്ചൊരു മനുഷ്യനാണ്. എൻ്റെ ഈ മൂക്കിൻ്റെ പാലം അടിച്ചോടിച്ചതാണ്. 2 മൂക്കിനും വന്ന് എൻ്റെ അമ്മ ഇരിപ്പുണ്ട്, എൻ്റെ കുഞ്ഞുങ്ങളുണ്ട്. സിസ്റ്റർ ഇവർക്കെല്ലാം അറിയാം, പ്രിയ സിസ്റ്റർക്ക് അറിയാം. ഹല്ലേലൂയ എൻ്റെ മുഖത്ത് മുറുക്കി 2 കവൾ മുഖമടച്ച് തുപ്പി 1.5 മണിക്കൂർ എന്നെ ഇരുത്തി. യേശുവിനെ തള്ളി പറയണം, ഈ ബൈബിള് കത്തിച്ച് കളയണം, ഇത് കീറിക്കളഞ്ഞിട്ട് ഹല്ലേലൂയ ഞാൻ നിന്നെ സ്വീകരിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ എൻ്റെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഞാൻ ഹല്ലേലൂയ കണ്ണുനീരോടെ ഇരിക്കുമ്പോൾ ഞാൻ അവിടെ കിടന്ന് എൻ്റെ ഹൃദയം വേദനയോടെ ഞാൻ ഒത്തിരി കരയുവാനിടയായി. ഞാൻ പറഞ്ഞു, കർത്താവേ, അപ്പായ്ക്ക് വേണ്ടി ഓടിയ കാലല്ലേ കർത്താവേ, ഒരുപാട് ദിനരാത്രങ്ങൾ അപ്പായ്ക്ക് വേണ്ടി ഓടിയതല്ലേ. ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം എനിക്ക് ചോദിക്കുവാൻ ചോദ്യങ്ങളില്ല കർത്താവേ. ഞാൻ അപ്പനോടൊന്നും ചോദിക്കുന്നില്ല, എന്തുകൊണ്ടാണെന്ന് ഞാൻ ചോദിക്കുന്നില്ല. പക്ഷേ തുടർന്ന് ഇങ്ങനെ മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, അനേകരിൽ കൂടി ആലോചന അടിച്ച് അടുത്തത് ജില്ലകളിലേക്ക് ഈ മീറ്റിംഗ് കർത്താവ് കൊണ്ടുപോകാൻ പോവുകയാണെന്ന് പറഞ്ഞു. ഹല്ലേലൂയ ഒരു സാധ്യതകൾ മുമ്പിലില്ലാതിരിക്കുമ്പോൾ കർത്താവ് എന്ത് പറയുന്ന ഒരു പൊട്ടിയെ പോലെ ഞാൻ കേൾക്കും. ഹല്ലേലൂയ അതനുസരിക്കുന്ന പ്രിയ കർത്താവിൻ്റെ ദാസികൊക്കെ അറിയാം. ഹല്ലേലൂയ അവരെ ചർച്ചുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സമയത്തൊക്കെ ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്നതിനൊക്കെ മുമ്പ് ഹല്ലേലൂയ ഒരു കൊച്ചു കുഞ്ഞ് പ്രസംഗിച്ചാലും ഞാനത് റിസീവ് ചെയ്യുമായിരുന്നു. ഹല്ലേലൂയ തുള്ളിച്ചാടി ആ ദൂതനെയൊക്കെ സ്വീകരിക്കുമായിരുന്നു. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ചില വേദികളിൽ ആത്മാവിനെ നിർത്തുവാൻ എൻ്റെ കുടുംബശ്രേഷ്ഠതയോ എൻ്റെ പദവിയോ വിദ്യാഭ്യാസ യോഗ്യതയോ ഒന്നും നോക്കിയാൽ എനിക്കൊരു യോഗ്യത പറയുവാനില്ല. പക്ഷേ എൻ്റെ അപ്പനാണ് എന്നെ ഇവിടെ നിർത്തിയത്, എൻ്റെ അപ്പനാണ് എന്നെ തിരഞ്ഞെടുത്തത്. ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഞാൻ ഈ മെയ് മാസം മീറ്റിംഗ് നടത്താൻ ഇങ്ങനെ തീരുമാനിച്ച് ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് എനിക്ക് ആക്സിഡൻ്റ് ഉണ്ടാകുന്നത്. ഹല്ലേലൂയ ഈ ആക്സിഡൻ്റ് ഉണ്ടാകുന്ന സമയത്ത് ഹല്ലേലൂയ എൻ്റെ കുഞ്ഞുങ്ങൾ 2 പേരും ഹല്ലേലൂയ 9ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലേക്ക് കയറിയ 2 കുഞ്ഞുങ്ങളുമായി ഞങ്ങൾ കുഞ്ഞുങ്ങൾ ആദ്യം അപ്പുറത്ത് റോഡ് ക്രോസ് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ റോഡ് ക്രോസ് ചെയ്യാൻ ഞാനിങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഹല്ലേലൂയ ചീറിപ്പാഞ്ഞ് ഒരു മോന് ഹല്ലേലൂയ ബൈക്കിൽ വന്ന് എന്നെ ഇടിച്ച് തെറിപ്പിച്ച് ഇടുവാനിടയായി. ഞാൻ ആ റോഡിലേക്ക് ഏകദേശം ഒരു 1/2 മീറ്ററോളം ഞാൻ തെറിച്ച് വീണു. ആ സമയത്ത് ഹല്ലേലൂയ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ കാലനക്കിയപ്പോൾ എൻ്റെ കാല് ഹല്ലേലൂയ തൂങ്ങിക്കിടക്കുന്ന എനിക്ക് ഞാൻ ഓർത്ത് എൻ്റെ കാല് 2ആയി മുറിഞ്ഞു പോയി. പെട്ടെന്ന് എൻ്റെ കുഞ്ഞുങ്ങൾ അലറി ഓടി എൻ്റെ അടുക്കലേക്ക് വന്ന് കരയുവാൻ തുടങ്ങി. ഹല്ലേലൂയ പെട്ടെന്ന് അവരെന്നെ താങ്ങിയെടുത്തു. അതിലെ പോയ ഒരു ഓട്ടം എൻ്റെ ഇളയ മോൻ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ അന്നൊക്കെ എനിക്ക് ആ ഒരു ടെൻഷൻ കൊണ്ട് എന്താണ് സംഭവിച്ചെന്ന് അറിയത്തില്ല. ഞാൻ കഴിഞ്ഞ ദിവസം കുഞ്ഞുങ്ങളെ അടുത്തിരുത്തിട്ട് ഞാൻ ചോദിച്ചു, മോനെ അന്ന് എന്താണ് സംഭവിച്ചെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ഇളയ കുഞ്ഞ് എന്നോട് പറഞ്ഞത്, അമ്മ ഇങ്ങനെ സിനിമയിലും ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട് ആക്സിഡൻറ്റുകൾ നടക്കുന്നത്, പക്ഷേ ലൈവായി ഞങ്ങളത് കണ്ടപ്പോൾ ഹല്ലേലൂയ എന്ത് ചെയ്യണമെന്നറിയാതെ ഹല്ലേലൂയ അമ്മ റോഡിൽ കിടക്കുമ്പോൾ ഒരുപാട് വണ്ടി അതിലെ പോയി, ഒരുപാട് കാറുകൾ പോയി, ഞങ്ങൾ കൈ നീട്ടിട്ട് ആരും നിർത്തിയില്ല. ഹല്ലേലൂയ എന്ത് ചെയ്യണമെന്നറിയാതെ 2 പിഞ്ചു കുഞ്ഞുങ്ങൾ. ഹല്ലേലൂയ ദൈവം അവർക്ക് കൊടുത്ത കരുത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രിയ സിസ്റ്റർക്കൊക്കെ അറിയാം,
ഈ പ്രായം മുതൽ എവിടെ മീറ്റിംഗ് ഉണ്ടെങ്കിലും രണ്ടുപേരെ കൈക്ക് പിടിച്ച് ഞാൻ ഓടിക്കൊണ്ടുപോകും. ഹല്ലേലൂയ. ദൈവ സാന്നിധ്യമുള്ളിടത്തൊക്കെ എൻ്റെ കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും ജീവിതത്തിൻ്റെ പശ്ചാത്തലം പറഞ്ഞാൽ ഹല്ലേലൂയ ഒറ്റയ്ക്കാണ് ക്രിസ്ത്യ ജീവിതത്തിൽ നിൽക്കുന്നത്. ഹസ്ബൻഡ് വിശ്വാസത്തിലല്ലാതെ ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്ന ഇന്നും പ്രതികൂല സാഹചര്യത്തിനകത്ത് കർത്താവിനെ ഉയർത്തുവാൻ എൻ്റെ ദൈവം എനിക്ക് തന്ന വലിയ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ സ്തുതിക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. എൻ്റെ കുഞ്ഞുങ്ങൾ രണ്ടും വേഗത്തിൽ ഒരു ഓട്ടം വന്ന് അത് കൈ കാണിച്ച് എന്നെ രണ്ടുപേരും അതിനകത്ത് കയറ്റി. ഹല്ലേലൂയ. എന്നെ എടുത്ത് പുഷ്പഗിരിയിലേക്ക് കുഞ്ഞുങ്ങൾ കൊണ്ടുപോയി. ഹല്ലേലൂയ. ആ യാത്രയിൽ ഞാനിങ്ങനെ കരഞ്ഞ് ഞാൻ പറഞ്ഞു, മക്കളെ അമ്മയുടെ കാല് നഷ്ടപ്പെട്ടു, അമ്മയ്ക്ക് കാലില്ലേ? അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾ പറഞ്ഞു, അമ്മ എന്തിനാ വിഷമിക്കുന്നത്? ഞങ്ങളില്ലേ അമ്മയുടെ കൂടെ, ഞങ്ങളില്ലേ അമ്മയുടെ കൂടെ, അമ്മ എന്തിനാ കരയുന്നേ? അമ്മയ്ക്കൊന്നും സംഭവിച്ചിട്ടില്ല, ഒരു ചെറിയ മുറിവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ 3 ഹല്ലേലൂയ എല്ലും ഒടിഞ്ഞ് ഹല്ലേലൂയ ഒരസ്ഥി ഇപ്പുറത്തൂടെ മാംസത്തിനകത്തൂടെ ഒടിഞ്ഞിറങ്ങി. ഹല്ലേലൂയ. വല്ലാത്ത ആഴത്തിൽ മുറിവ്, ബ്ലഡ് എല്ലാം ഒഴുകിക്കൊണ്ടിരിക്കുമ്പോഴും എൻ്റെ കുഞ്ഞുങ്ങൾ എന്നെ ആശ്വസിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. അമ്മയ്ക്ക് ഒന്നുമില്ലമ്മേ, അമ്മ കരയണ്ട, ഞങ്ങളില്ലേ അമ്മയ്ക്ക്, അമ്മയുടെ കൂടെ ഞങ്ങളില്ലേ. ആ വാക്കെന്നെ വല്ലാതെ ബലപ്പെടുത്തി. ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ കൂടെ ഉള്ളതുപോലെ തലമുറകളെ ദൈവം തന്നത്. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മുടെ കഷ്ടതയുടെ നടുവിൽ നമ്മളെ ചേർത്തു നിർത്തുവാൻ ദൈവം നമ്മുടെ തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. എൻ്റെ കുഞ്ഞുങ്ങൾ എന്നെ ആശ്വസിപ്പിച്ചു. ഞാൻ മയങ്ങി പോകുമെന്ന് അവർക്ക് മനസ്സിലായപ്പോൾ അവരെന്നെ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരുന്നു. എന്നെ ഹല്ലേലൂയ ഉറങ്ങുവാൻ അവർ അനുവദിച്ചില്ല. അവരിങ്ങനെ എന്നോട് കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. ഹല്ലേലൂയ. അങ്ങനെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് പെട്ടെന്ന് അവർ തന്നെ ഹല്ലേലൂയ സെക്യൂരിറ്റിയെ വിളിച്ച് എന്നെ അകത്തു കൊണ്ടുപോയി. അത് കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ വെളിയിൽ നിന്ന് അവർ വിളിച്ചു പറയേണ്ടവിടത്തൊക്കെ ഹല്ലേലൂയ അവരെല്ലാവരും വിളിച്ചു പറഞ്ഞു. പെട്ടെന്ന് എല്ലാവരും കടന്നു വന്നു. അങ്ങനെ ഡോക്ടേഴ്സ് കണ്ടിട്ട് ഹല്ലേലൂയ പറഞ്ഞ്, ഹല്ലേലൂയ ഈ കാലിന് ഒരു ഗ്യാരണ്ടിയും പറയുവാൻ കഴിയത്തില്ല, അത്രമാത്രം ആഴത്തിലുള്ള മുറിവുണ്ട്, എല്ലൊടിഞ്ഞ് ഇപ്പുറത്തിറങ്ങിയതാണ്. ഈ കാലിന് ഞങ്ങൾക്ക് ഒരു ഗ്യാരണ്ടി പറയുവാനില്ല, പക്ഷേ ഞങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അത് ഞങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാമെങ്കിൽ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഹല്ലേലൂയ അവിടെ ട്രീറ്റ്മെന്റ് തുടങ്ങി. ഹല്ലേലൂയ 2ാമത്തെ ദിവസം ഹല്ലേലൂയ സർജറി ചെയ്തു. ഹല്ലേലൂയ ആ ഒരു സാഹചര്യത്തിനകത്തൊക്കെ ഒറ്റയ്ക്ക് ഹല്ലേലൂയ ഒത്തിരി പ്രതികൂല സാഹചര്യത്തിനകത്ത് കർത്താവിനെ കടത്തിവിട്ട് ഹല്ലേലൂയ ദൈവമക്കളെ ഞാൻ പറയാം. ഹല്ലേലൂയ ഈ ആക്സിഡന്റ് ഉണ്ടാകുന്നതിന് 2 ദിവസത്തിന് മുമ്പ് ഒരു മീറ്റിംഗ് ഞാൻ പോയിരിക്കുമ്പോൾ ചെങ്ങന്നൂരുള്ള നമ്മുടെ ഹല്ലേലൂയ ഷാജിമോൻ തങ്കച്ചൻ എന്ന് പറഞ്ഞ പാസ്റ്റർ അഭിഷേകൻ എന്നോട് ഹല്ലേലൂയ ഇങ്ങനെ ഒരു ദൂത് കൈമാറി, ഒരു വലിയ പ്രതികൂലത്തിനകത്തൂടെ ഞാൻ നിന്നെ കടത്തിവിടും, നിനക്ക് സഹിക്കാൻ കഴിയാത്തതാ, പക്ഷേ നീ പിടിച്ചു നിന്നോണം, അടുത്തൊരു പ്രമോഷൻ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കുന്നെന്ന് പറയുവാനിടയായി. ഹല്ലേലൂയ. ആ ദൂത് കേട്ടതിന്റെ 3ാമത്തെ ദിവസമാണ് ഈ ആക്സിഡന്റ് നടക്കുന്നത്. അതുകൊണ്ട് എനിക്കറിയാം അപ്പൻ എന്നോട് പറഞ്ഞിട്ടാണ് ഇത് ചെയ്തത്. ഹല്ലേലൂയ. ഈ ഒടിയുന്ന സമയത്ത് ഒരു വേദന ഞാൻ അറിഞ്ഞില്ല, ഓപ്പറേഷൻ ചെയ്തിട്ട് ഞാൻ ഒരു വേദന അറിഞ്ഞില്ല. ഇന്ന് ട്രിവാൻഡ്രം പട്ടണത്തിൽ ഇത്രയും യാത്ര ചെയ്ത് ഇവിടെ വന്നിട്ടും ഒരു വേദന എന്താന്ന് ഞാൻ അറിഞ്ഞില്ല. അപ്പൻ്റെ ഉള്ളം കരത്തിൽ എൻ്റെ കർത്താവ് എന്നെ താങ്ങി. ഓരോരുത്തരും എന്നെ കാണാൻ വരുമ്പോഴെന്നോട് ചോദിക്കും, സിസ്റ്റർ വേദനയുണ്ടോ? പക്ഷേ ഹല്ലേലൂയ വേദന എന്താണെന്ന് ഞാൻ ഇപ്പം വരെ ഞാൻ അറിഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. കർത്താവ് അത്ര മാത്രം ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട്. ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിൽ ഇങ്ങനെ എന്നെ കൊണ്ടുപോകാനായിട്ട് അവിടെ ഒരുക്കി ഇങ്ങനെ കിടത്തി. 10-17 പേരുണ്ട്. ഹല്ലേലൂയ. ലാസ്റ്റിലാണ് എന്നെ ഓപ്പറേഷൻ ചെയ്യുന്നത്. എൻ്റെ കുഞ്ഞുങ്ങൾ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ വാതിക്കൽ നിന്ന് കണ്ടിട്ട് അകത്തേക്ക് എന്നെ കൊണ്ടുപോകുമ്പോൾ ഞാൻ അവിടെ കിടന്ന് എൻ്റെ ഹൃദയം വേദനയോടെ ഞാൻ ഒത്തിരി കരയുവാനിടയായി. ഞാൻ പറഞ്ഞു, കർത്താവേ അപ്പായ്ക്ക് വേണ്ടി ഓടിയ കാലല്ലേ കർത്താവേ, ഒരുപാട് ദിനരാത്രങ്ങൾ അപ്പയ്ക്ക് വേണ്ടി ഓടിയതല്ലേ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എനിക്ക് ചോദിക്കുവാൻ ചോദ്യങ്ങളില്ല കർത്താവേ. ഞാൻ അപ്പനോടൊന്നും ചോദിക്കുന്നില്ല, എന്തുകൊണ്ടാണെന്ന് ഞാൻ ചോദിക്കുന്നില്ല, പക്ഷേ എല്ലാ സാഹചര്യത്തിലും അപ്പനെൻ്റെ കൂടെ നിൽക്കണമെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ കരയുമ്പോൾ എൻ്റെ അരികിലേക്ക് ഒരു മനുഷ്യൻ വന്നിട്ട് എന്നോട് പറയുക, നീ എന്തിനാ കരയുന്നത്? എനിക്ക് വേണ്ടി ഇറങ്ങിയ ദൂതനെ നിന്നെ ശുശ്രൂഷിക്കുവാൻ ഞാൻ ആക്കിയിട്ടുണ്ട്. ലിറ്ററലി ആ ദൈവ ശബ്ദം കേൾക്കുവാൻ എനിക്കിടയായി. ഹല്ലേലൂയ. ഗെത്സമനക്കകത്ത് എന്നെ ശുശ്രൂഷിക്കുവാൻ ഇറങ്ങിയ ദൂതനെ നിനക്ക് വേണ്ടി ഞാൻ ആക്കി വെച്ചിട്ടുണ്ടെന്ന് ആ ദൈവത്തിന്റെ ശബ്ദം ഞാൻ കേൾക്കുവാൻ എന്റെ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. ഹല്ലേലൂയ. ഓപ്പറേഷൻ തിയേറ്ററിനകത്തേക്ക് എന്നെ കൊണ്ടുപോകുമ്പോൾ ആ മനുഷ്യൻ എന്റെ അരികിലുണ്ട്. ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഹല്ലേലൂയ 8 ഡോക്ടർമാരാണ് എൻ്റെ കൂടെ നിന്ന് എന്നെ ഓപ്പറേഷൻ ചെയ്യുന്നത്. ഹല്ലേലൂയ. എന്നാൽ 9ാമത് ഒരാളെ ഞാൻ കണ്ടു. ഓപ്പറേഷൻ കഴിഞ്ഞ് എന്നെ റൂമിൽ കൊണ്ടപ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിച്ചു, എല്ലാ ഡോക്ടർമാരും എന്നെ കാണാൻ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, ഡോക്ടറെ വെളുത്ത നീളമുള്ള ഡോക്ടർ എന്തേ? അന്നേരം പറഞ്ഞില്ല അമ്മ, ഞങ്ങൾ 8 പേരാ ചെയ്തത്. ഞാൻ പറഞ്ഞ അല്ല, ഒരാൾ കൂടെ ഉണ്ട്. ഹല്ലേലൂയ. ഡോക്ടർമാർ കണ്ണി നോക്കി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ അപ്പ ഇറങ്ങി വന്ന്. ഹല്ലേലൂയ. ഓപ്പറേഷൻ തിയേറ്ററിൽ എൻ്റെ കർത്താവിനെ കാണുവാൻ, എൻ്റെ ദൈവത്തെ കാണുവാൻ എൻ്റെ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു. ഹല്ലേലൂയ. കഷ്ടതയുടെ നടുവിൽ നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരപ്പൻ,
നമ്മളെ മാറോട് ചേർത്ത് നിർത്തുന്ന ഒരപ്പൻ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആ ദൈവ സാന്നിധ്യം ഇവിടെ വന്നിട്ടുണ്ട്, കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഞാൻ അങ്ങനെ ഈ മീറ്റിംഗ് തീരുമാനിച്ച് എൻ്റെ കൂടെ നിൽക്കുന്ന ദൈവദാസിമാരോടൊക്കെ ഞാൻ പറഞ്ഞു, നമുക്ക് അടുത്ത ട്രിവാൻഡ്രത്തേക്ക് മീറ്റിംഗ് വെക്കണം, അടുത്ത ജില്ലകളിലേക്കും അങ്ങനെ. ഹല്ലേലൂയ. എന്നോട് 1-2 പേരൊക്കെ വിളിച്ചു പറഞ്ഞു, ട്രിവാൻഡ്രത്ത് ഒരു മീറ്റിംഗ് വെക്കണം, തമിഴ്നാട്ടിൽ ഹല്ലേലൂയ കോയമ്പത്തൂർ, അതുപോലെ കൊടൈക്കനാൽ അടുത്ത് അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. തൃശ്ശൂർ, പാലക്കാട് ജില്ലകളിലേക്ക് ദൈവാത്മാവ് ഇത് കൊണ്ടുപോകാൻ പോകുകയാണ്. അത് കഴിഞ്ഞ് സ്റ്റേറ്റിലേക്ക് ദൈവാത്മാവ് ഇത് കൊണ്ടുപോകും. അത് കഴിഞ്ഞ് രാജ്യങ്ങളിലേക്ക് കർത്താവ് ഇത് കൊണ്ടുപോകും. ഒരു ലേഡീസ് കോൺഫറൻസ് പരിശുദ്ധയാത്മാവ്. ഹല്ലേലൂയ. തിരുവചനത്തിനകത്ത് പറയുന്നത് ഹല്ലേലൂയ, ഭൂമിയുടെ അറ്റം വരെ എൻ്റെ സാക്ഷികളാകുമെന്ന്. യെരൂശലേമിലും യഹൂദയിലും ഭൂമിയുടെ അറ്റം വരെയും നമ്മൾ ഒരു മൂലയിൽ ഒതുങ്ങാനുള്ളവരല്ല, ഒരു പഞ്ചായത്തിൽ ഒതുങ്ങാനുള്ളവരല്ല, ഒരു ജില്ലക്കകത്ത് ഒതുങ്ങാനല്ല, ഭൂമിയുടെ അറ്റം വരെ പരിശുദ്ധയാത്മാവ് നമ്മളെ ഓടിച്ച് കയറ്റും. ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ആക്സിഡന്റ് ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. എനിക്കൊത്തിരി വേദന ഉണ്ടായി. എനിക്കൊരു ദിവസം പോലും വീട്ടിലിരിക്കുന്നത് ഇഷ്ടമല്ല. കർത്താവിന് വേണ്ടി ഓടണം. എവിടെയൊക്കെ മീറ്റിംഗ് ഉണ്ട് അവിടെ എല്ലാം ഞാൻ ഓടിക്കയറും. ഹല്ലേലൂയ. വർഷിപ്പ് ചെയ്യുന്ന പ്രിയ കുഞ്ഞിനൊക്കെ അറിയാം. ഹല്ലേലൂയ. ഒത്തിരി വേദികൾ ഞങ്ങൾ ഒന്നിച്ച് നിന്നിട്ടുണ്ട്. ഒത്തിരി കർത്താവിന് വേണ്ടി പാടുവാനും പ്രസംഗിക്കാനും. കർത്താവ് എന്താ പറയുന്ന ഒരു ചെറു വിരൽ അനക്കാൻ എനിക്ക് ഒരു വേദി കിട്ടിയാൽ ഞാനത് ഉപയോഗിക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഇവിടെ ആയിരിക്കുന്ന ദൈവദാസിമാരോട് ഞാൻ പറയാം, കർത്താവ് നിങ്ങൾക്ക് തരുന്ന സമയങ്ങൾ, കർത്താവ് തരുന്ന വേദികൾ നിങ്ങൾ മിസ്സാക്കി കളയല്ലേ. ദൈവരാജ്യത്തിന് വേണ്ടി പരിശുദ്ധാത്മാവ് നിങ്ങളെ ഉപയോഗിക്കാൻ തീരുമാനിച്ചാൽ നിങ്ങളത് ചെയ്യാൻ കഴിയുന്നത് ചെയ്തോണം. ഹല്ലേലൂയ. അങ്ങനെയാണ് ഇവിടെ വരെ ഓടിക്കയറിയത്. ആരും നമ്മളെ കയറ്റിയതല്ല, ദൈവത്തിൻ്റെ ആത്മാവാണ് നമ്മളെ ഇവിടെ വരെ എത്തിച്ചത്. ഹല്ലേലൂയ. അങ്ങനെ ഞാനിങ്ങനെ ഭാരപ്പെട്ട് ഞാൻ വീട്ടിൽ വിശ്രമിക്കുന്ന സമയത്ത് ഞാൻ പ്രിയ സിസ്റ്ററെ വിളിച്ചു, പ്രസന്ന സിസ്റ്ററെയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ മീറ്റിംഗ് നടക്കാൻ പറ്റുകയില്ല. എന്താണെന്ന് ചോദിച്ചാൽ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് 1.5 ലക്ഷം രൂപയോളം ഹോസ്പിറ്റലായി, അല്ലാത്ത ഒത്തിരി ചിലവുകൾ, ആഴ്ച ഹോസ്പിറ്റലിൽ പോകണം. അല്ലെ, ബിഗ് സീറോയിൽ നിന്നാണ് ഈ മീറ്റിംഗ് തുടങ്ങുന്നത്. ഹല്ലേലൂയ ചെയ്തത്. ഹല്ലേലൂയ. അതുകൊണ്ട് എല്ലാ കാര്യം ക്രമീകരിക്കണം. അതുകൊണ്ട് സിസ്റ്റർ എൻ്റെ സാമ്പത്തികം ഒന്നുമില്ല. അത് തന്നെയല്ല, എനിക്ക് കാലുകുത്തി ഇന്നലെ വരെ കഴിഞ്ഞ 2 മാസങ്ങൾക്ക് അപ്പുറം വരെ ഓടി നടന്ന ശുശ്രൂഷ ഞാനൊരു കസാരയിലൊക്കെ ഇരുന്ന് ശുശ്രൂഷിക്കുന്നത് എനിക്കത് ഹൃദയത്തിന് ഭയങ്കര വേദന ഉണ്ടായി. അതുകൊണ്ട് കാലൊന്ന് കുത്തി നിന്നിട്ട് നമുക്ക് നടത്താമെന്ന് അവരോട് പറയും. മഴയൊക്കെ കഴിയട്ടെ, ഓഗസ്റ്റിലേക്ക് നടത്താമെന്ന് അങ്ങനെ പറഞ്ഞ് സിസ്റ്ററോട് ഫോൺ വെച്ച് അന്ന് രാത്രിയിൽ എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. പ്രിയ സിസ്റ്റർ ഇവിടെ സാക്ഷിയായിട്ട് ഇരിപ്പുണ്ട്. ഹല്ലേലൂയ. രാത്രിയിൽ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. തിരിഞ്ഞു മറിഞ്ഞു കിടന്നു, എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുന്നു, വീണ്ടും കിടക്കുന്നു. അങ്ങനെ ഒരു 3 മണിയായപ്പോൾ ഒരു മയക്കത്തിൽ ഞാൻ ഇങ്ങനെ പോകുമ്പോൾ ഞാൻ കാണുന്ന ഒരു കാഴ്ച, കമ്പ്യൂട്ടറിൽ ബില്ലടിച്ച് വരുന്നത് പോലെ ഉയരത്തിന്ന് ഒരു പേപ്പർ എൻ്റെ മുമ്പിലേക്ക് ഇറങ്ങി വന്നിട്ട് അതിൻ്റെ മുമ്പിൽ വന്നിങ്ങനെ നിന്നിട്ട് അതിനകത്ത് എഴുതിയിരിക്കുന്നു ദൈവത്തിൻ്റെ കയ്യൊപ്പം എഴുതിയിരിക്കുന്നു. അതിൻ്റെ അടിയിലായിട്ട് ഒരു സൈൻ ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് വരെ കണ്ടിട്ടില്ല, ഏത് ലിപിയാന്ന് പോലും എനിക്കറിയത്തില്ല. അങ്ങനെ ഒരു സൈൻ ഞാൻ കണ്ടു. ഹല്ലേലൂയ. ട്രിവാൻഡ്രം പട്ടണം നിന്റെ കയ്യിൽ ഞാൻ തരാൻ പോകുകയാന്ന് പറഞ്ഞു. ഹല്ലേലൂയ. എന്നിട്ട് ഞാൻ കാണുന്നത് പോസ്റ്റ് അടിച്ചൊട്ടിക്കുന്നത് മുഴുവൻ ദൈവത്തിൻ്റെ കയ്യൊപ്പം എന്നുള്ള പേരാണ്. ഹല്ലേലൂയ. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ റിലേ എല്ലാം നഷ്ടപ്പെട്ട് എനിക്കാകപ്പാടെ എൻ്റെ മൈൻഡെല്ലാം ഔട്ടായി. ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ ചാടി എഴുന്നേറ്റ് ഞാൻ കരയാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. എനിക്കൊന്ന് മനസ്സിലായി. ഹല്ലേലൂയ. എൻ്റെ ശാരീരിക ക്ലേശം അനുസരിച്ച് ഞാൻ മാറ്റിവെക്കാൻ തീരുമാനിച്ചത് പരിശുദ്ധിയാത്മാവ് അത് നിർത്താൻ എൻ്റെ ദൈവം അനുവദിച്ചില്ല. ഹല്ലേലൂയ. ഏകദേശം 4 മണിയായപ്പോൾ പ്രസന്ന സിസ്റ്ററെ എണ്ണിപ്പിച്ചു. പ്രിയ സിസ്റ്ററെ വിളിച്ചു. സിസ്റ്റർ, ഇങ്ങനെ ഒരു വെളിപ്പാട് ഞാൻ കണ്ട്, എന്താ ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല, എനിക്ക് കിടക്കാൻ പറ്റുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല. എന്നോട് പറഞ്ഞു, സിസ്റ്ററെ ഒന്നും നോക്കണ്ട, ഉയരത്തിൽ നിന്ന് കർത്താവിൻ്റെ കയ്യൊപ്പ് വീണിരിക്കുകയാണ്. ഹല്ലേലൂയ. സൈൻ വീണിരിക്കുക. ഇനി സിസ്റ്റർ ഒന്നും നോക്കണ്ട. അപ്പോൾ അതിൻ്റെ ഒരാഴ്ചയ്ക്ക് മുമ്പ് സിസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എന്നോട് ദൂത് പറഞ്ഞായിരുന്നു. ഹല്ലേലൂയ. കാല് കുത്തി നിൽക്കുന്നതിന് മുമ്പേ ഒരു വേദിയിൽ സിസ്റ്ററെ ദൈവം ഇരുത്തുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ആ ദൂതനെ ഞാൻ സ്വീകരിച്ചു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ആ ദൂതനെ ഇവിടെ നിവർത്തിച്ചു. ഹല്ലേലൂയ. ദൈവത്തിന് ആത്മാവ് എന്ത് പറയുന്നു അത് അതേപടി സംഭവിക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നമ്മുടെ ആഗ്രഹങ്ങളോ നമ്മുടെ ഇഷ്ടങ്ങളോ ഒന്നുമല്ല ഇവിടെ നടക്കുന്നത്. ഹല്ലേലൂയ.
ബിഗ് സീറോയിലാണ് ഈ മീറ്റിംഗ് ഞാൻ ചെയ്യുന്നത്. ഹല്ലേലൂയ. എനിക്കറിയാം ഇതിനകത്ത് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടും. ഹല്ലേലൂയ. പണം സമ്പാദിക്കാനല്ല, ഹല്ലേലൂയ, പ്രശസ്തി നേടാനല്ല, എൻ്റെ ദൈവത്തെ ഉയർത്തണം. എൻ്റെ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ അതെല്ലാം കർത്താവിന് വേണ്ടി ചെയ്യണം. അതുമാത്രമാണ് എൻ്റെ ആഗ്രഹം. ഹല്ലേലൂയ. അങ്ങനെ പെട്ടെന്ന് ഞാനൊരു ബ്രദറെ വിളിച്ചു. ട്രിവാൻഡ്രത്ത് ഏതെങ്കിലും ദൈവദാസന്മാരെ എനിക്ക് ഒത്തിരി പേരെ പരിചയമുണ്ട്. അവരെല്ലാം വിളിച്ചു ചോദിച്ചു, ചെറിയൊരു ഓഡിറ്റോറിയം അവിടെ എടുക്കണം, റെൻറ്റ് കുറവുള്ള. അങ്ങനെ എല്ലാവരും വിളിച്ചപ്പോൾ അവരെല്ലാം എനിക്ക് ഇട്ട് തന്നതെല്ലാം ഭയങ്കര റെൻറ്റ് കൂടുതലുള്ളതാ. അങ്ങനെ ഭാരപ്പെട്ട് ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് ഭയങ്കര വേദന ഉണ്ടായി. ഞാൻ അങ്ങനെ ഭാരപ്പെട്ടിരിക്കുമ്പോഴാണ് ഈ ചർച്ചിലെ അഭിഷേക നാസനെ ഞാൻ വിളിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, പാസ്റ്റർ എനിക്കൊരു ചെറിയ ഓഡിറ്റോറിയം വേണം, ഇതുപോലെ ഒരു ലേഡീസ് കോൺഫറൻസ് നടത്താനാന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, ആൻറ്റി ഇവിടെ എല്ലാം ഒത്തിരി പൈസ കൊടുക്കണം, ഇങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞ് ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു. വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ആൻറ്റി ഭാരപ്പെടണ്ട, എനിക്കൊരു 150 പേരിരിക്കുന്ന ഒരു ഹോളുണ്ട്, ഞാനത് വിട്ടുതരാമെന്ന് എന്നോട് പറഞ്ഞു. ഹല്ലേലൂയ. സിസ്റ്റമുണ്ട്. ഹല്ലേലൂയ. ഞങ്ങളെ കൊണ്ട് ചെയ്യാവുന്നതെല്ലാം ഞങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞു. ആൻറ്റി ധൈര്യമായിട്ടിരുന്നോളാൻ പറഞ്ഞു. ആ ശബ്ദം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, കർത്താവ് കൈയൊപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, പിന്നെ കർത്താവ് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അപ്പുറത്തൊരു സൈൻ ഇല്ല, അതിന്റെ അപ്പുറത്തൊരു ഹല്ലേലൂയ ദൈവപ്രവൃത്തി ഇന്ന് പകൽ ഇവിടെ കർത്താവ് ചെയ്തു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെയാണ് ഈ മീറ്റിംഗ് ഇവിടെ വേഗത്തിൽ ഞാൻ ഹല്ലേലൂയ പോസ്റ്റ് അടിക്കുവാനും ദൈവദാസിമാരെ വിളിച്ച് അവരുടെ ഡേറ്റ് എല്ലാം പറഞ്ഞു. വേഗത്തിലാണ്, ഈ വയ്യാതെയാണ് വീട്ടിലിരുന്ന് എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചത്. ഹല്ലേലൂയ. എനിക്കൊന്നറിയാം, ട്രിവാൻഡ്രം പട്ടണത്തെ കർത്താവ് തൊടാൻ പോകുക. അത് കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവെന്നെ കാണിച്ചൊരു വെളിപ്പാട്. 2 വയൽ എന്നെ കാണിച്ചിട്ട്, ആ വയലിനകത്ത് ചള്ള കുഴഞ്ഞു കിടക്കുന്ന കുറെ യൗവന ആ ചള്ളക്കകത്ത് കുഴഞ്ഞു കിടക്കുകയാ. ഞാൻ അവർ അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു, കുഞ്ഞുങ്ങളെ, നിങ്ങൾ എന്തിനാ ഈ ചള്ളക്കകത്ത് കിടക്കുന്നത്? നിങ്ങൾ കയറി വരാൻ പറഞ്ഞു. ഒരു കൂട്ടം തലമുറകൾ അവർ പുറത്തു വന്ന് അതിനപ്പുറത്ത് ഒരു വണ്ടിൽ കൂടി വെള്ളം ഒഴുകുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾ പോയി കുളിച്ച് കയറി വരാൻ പറഞ്ഞു. അവർ കുളിക്കാൻ ഇറങ്ങിയപ്പോൾ ഞാൻ കാണുകയാണ്, വീണ്ടും ഞാൻ വയലിലേക്ക് നോക്കുമ്പോൾ 2 ഇരുമ്പ് തൂൺ ആകാശമുട്ട നിൽക്കുന്നു. അതിന്റെ നടുവിലായി ഞാൻ കാണുന്നത് ഹല്ലേലൂയ ഒരു വിഗ്രഹം ഇരിക്കുന്നത് കണ്ട് ആത്മാവനോട് പറഞ്ഞു, ഈ മീറ്റിംഗിനകത്ത്, ഈ പട്ടണത്തിനകത്ത് വെല്ലുവിളിച്ച് നിൽക്കുന്ന തലമുറകളെ ഒതുക്കിക്കൊണ്ടിരിക്കുന്ന മ്ലേച്ഛതകൾക്കകത്ത് തലമുറകളെ തകർത്തുകൊണ്ടിരിക്കുന്ന പൈശാചിക മണ്ഡലങ്ങളെ നിങ്ങളിൽ കൂടി ഞാനതിനെ തകർക്കുമെന്ന് ആത്മാവ് ഇടപെടുവാനിടെ. വയലെന്ന് പറയുന്ന ദൈവരാജ്യമാണ്. കർത്താവ് അടുത്ത ദർശനം എന്നെ കാണിച്ചത്, കർത്താവിന്റെ ക്രൂശ് ഇങ്ങനെ കാണിച്ചിട്ട്, കർത്താവിന്റെ ക്രൂശിന്റെ ചുവട്ടിൽ കിടക്കുന്നത് കർത്താവിന്റെ രക്തമാ. കർത്താവിന്റെ രക്തത്തിനകത്ത് വളരേണ്ട തലമുറകളെ മ്ലേച്ഛതകൾക്കകത്ത്, പൈശാചിക മണ്ഡലത്തിനകത്ത് ഒതുക്കി കളയുവാൻ നോക്കുന്ന ചില ദുരാത്മ മേഖലകളെ ഇന്ന് ആത്മാവ് വെട്ടിയിട്ട് ചിലതിനെ തിരിച്ചു പിടിച്ച് കയറ്റുന്ന പകല ദൈവിക മഹത്വം, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം കർത്താവ് എനിക്ക് കൈമാറിയ ദൂത് ഗെത്സമന മുതൽ ഗോൽഗാഥ വരെ വീണ്ടും എഴുന്നേറ്റും അവസാനത്തോടെ രക്തം വരെ ഊറ്റിച്ചെന്ന അരുമനാഥന്റെ രക്തത്തിന്റെ വില ഈ ട്രിവാൻഡ്രം പട്ടണത്തിനകത്ത് ആത്മാവ് ഇന്ന് പകൽ വെളിപ്പെടുത്തുന്ന പകല. കർത്താവ് വെളിപ്പാട് എനിക്ക് തന്നു. ഈ പട്ടണത്തെ പിടിച്ചു വെച്ചിരിക്കുന്ന ആ സാമ്രാജ്യത്തെ ദൈവം ഇന്ന് പകൽ പൊളിക്കും. അതിനെ തകർത്തുടച്ചിട്ട് ചിലതിനെ പരിശുദ്ധാത്മ പുറത്തെടുക്കാൻ പോകുക. ചിലതിനെ വേറടക്കം ദൈവാത്മ പുറത്തു കൊണ്ടുവന്നിട്ട് അടുത്തൊരു ഉണർവിന്റെ കാറ്റ് ഈ ട്രിവാൻഡ്രം പട്ടണത്തിനകത്ത് ആത്മാവ് കൊണ്ടിടാൻ പോകുക. പരിശുദ്ധാത്മാവനോട് പറഞ്ഞു, ദൈവത്തിന്റെ കയ്യൊപ്പ് വീണ ഒത്തിരി അഭിഷേകത്തിനകത്തുണ്ട്. അതിനകത്ത് ഒരാളാണ് യോസേഫ്. ഹല്ലേലൂയ. 12 വയസ്സുള്ളപ്പോൾ ദൈവത്തിന്റെ കയ്യൊപ്പ് വീണ, ദൈവത്തിന്റെ സൈൻ വീണ ഹല്ലേലൂയ അഭിഷേകത്തിനെ ഒത്തിരി പ്രതികൂലത്തിനകത്തൂടെ കടത്തിവിട്ടു. ആത്മാവനോട് പറഞ്ഞു,
ഈ ട്രിവാൻഡ്ര പട്ടണത്തിനകത്ത് വില കൊടുത്തു നിൽക്കുന്ന ഒത്തിരി അഭിഷക്തന്മാര്, പരിശുദ്ധാത്മാവ് ഒരു റോയൽ മിനിസ്ട്രിക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് ചിലതിനെ പുറത്തെടുക്കാൻ പോവുകയാണ്. യോസേഫിന് കൊടുത്ത അതേ കസര, അതേ രാജകീയമായ അഭിഷേകം ആ റോയൽ മിനിസ്ട്രിക്ക് വേണ്ടി ഈ ട്രിവാൻഡ്രം പട്ടണത്തെ പരിശുദ്ധാത്മാവ് പുറത്തെടുക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി ഈ ചർച്ചിനെ ദൈവം കണ്ടിരിക്കുകയാണ്. ഈ ചർച്ചിനെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ ദൂത് കൈമാറാൻ പറയുന്നു. അടുത്ത ദൈവിക ഷിഫ്റ്റിംഗ് ഇതിനകത്ത് നടക്കാൻ പോവുകയാണ്. നിറഞ്ഞു നിൽക്കുന്ന ദൈവ സാന്നിധ്യം ഈ ആലയത്തിനകത്ത് ഇന്ന് പകൽ പരിശുദ്ധാത്മാവിന്റെ മേഘം ഇറങ്ങി വരുന്നത് പോലെ, അരിഞ്ഞ പുൽപ്പുറത്ത് പെയ്യുന്ന മഞ്ഞ് പോലെ ഇന്ന് പകൽ ദൈവത്തിന്റെ സാന്നിധ്യം ദൈവാത്മാവനോട് പറയുന്നു, ഒരു വർഷിപ്പിനകത്ത് മാത്രം നീ ഒതുങ്ങാനുള്ളവനല്ല. അടുത്ത ചില മാസങ്ങൾക്കകത്ത് പരിശുദ്ധാത്മാവ് അടുത്തൊരു ഷിഫ്റ്റിങ്ങിനകത്തേക്ക്, അടുത്തൊരു തിരിവിനകത്തേക്ക് ആത്മാവ് കൈപിടിച്ച് കയറ്റാൻ പോവുകയാണെന്ന് ആത്മാവ് ഇടപെടുകയാ. ആമോസിനോട് പറഞ്ഞതുപോലെ, കാട്ടത്തിപ്പഴം പെറുക്കി നടന്ന ആമോസേ, നീ പ്രവാചകന്മാരുടെ കൂട്ടത്തിലോ എന്ന് പറയത്തക്ക വിധത്തിൽ ആത്മാവ് അങ്ങനെ ഒരു അഭിഷേകം ഒരു പാട്ടുകൊണ്ട് മാത്രം ഒതുങ്ങാനല്ല, അഭിഷേകത്തിന് അടുത്തൊരു ദൈവിക പദ്ധതിക്കകത്ത്, അടുത്തൊരു ശുശ്രൂഷയ്ക്ക് വേണ്ടി പരിശുദ്ധ ആത്മാവ് പുറത്തെടുക്കാൻ പോകുക കേട്ടോ. അഭിഷേകദാസനോട് ദൈവാത്മാവ് ഇടപെടുകയാണ്. ഒത്തിരി നിരാശയോടായിരിക്കുന്നത്, ഒത്തിരി പ്രതികൂലത്തിൽ കൂടെ കടന്നു പോകുന്നത്, പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നു. ഇന്നത്തെ മീറ്റിംഗ് അഭിഷേകത്തിനെ നിങ്ങളുടെ ചില കെട്ടിനെ ദൈവം പൊട്ടിക്കാൻ പോകുക. രാജ്യങ്ങളുടെ ചില ഡോറുകൾ ആത്മാവ് നിങ്ങൾക്ക് വേണ്ടി തുറക്കും കേട്ടോ. പരിശുദ്ധാത്മാവ് വ്യക്തമായി ഇടപെടുകയാ. കർത്താവിനോട് പറഞ്ഞു, കർത്താവിന്റെ പരസ്യകാല ശുശ്രൂഷയിൽ ഹല്ലേലൂയ കർത്താവ് ഒരു കൂട്ടം പുരുഷാരത്തെ തിരഞ്ഞെടുത്തു. 30,000 ഹല്ലേലൂയ പുരുഷാരത്തെ ദൈവം തിരഞ്ഞെടുത്തു. 5,000 പുരുഷന്മാർ, അവരുടെ മക്കൾ, അവരുടെ ഭാര്യമാർ. ഇന്നത്തെ കാലത്ത് അവർക്ക് വെപ്പാട്ടികൾക്കാണ് അവരുടെ തല. എല്ലാവരും കൂടെ കൂട്ടി ഞാൻ പറയുക, 30,000 ജനത്തെ ഒരു പുരുഷാരത്തെ ദൈവം തെരഞ്ഞെടുത്തു. അതിനകത്തുനിന്ന് ദൈവം 70 പേരെ തെരഞ്ഞെടുത്തു. 70 പേരിനകത്തുനിന്ന് 12 പേരെ തിരഞ്ഞെടുത്തു. പക്ഷെ മലമുകളിലേക്ക് കൊണ്ടുപോകാൻ 3 പേരെയാ തിരഞ്ഞെടുത്തത്. വിളിക്കപ്പെട്ടവർ അനേകര, തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കമാ. ആ ചുരുക്കക്കൂട്ടത്തിനകത്തുള്ളവരെ ഇന്ന് പകൽ ആത്മാവിനോട് കഴിഞ്ഞ ദിവസങ്ങളിൽ മുഴുവൻ കൈമാറിയത് കർത്താവ് മുകളിലേക്ക് മലകളിലേക്ക് വിളിച്ചപ്പോൾ 9 പേര് റെസ്റ്റ് എടുത്ത് താഴെ നിന്നു. മരത്തിന്റെ ചുവടിൽ നിന്ന് റിലാക്സ് ചെയ്തപ്പോൾ ഹല്ലേലൂയ പത്രോസും യാക്കോബും യോഹന്നാനും അവർ പറഞ്ഞു, ഞങ്ങൾക്കൊരു റെസ്റ്റും വേണ്ട. ഞാൻ ഹല്ലേലൂയ ഇടുക്കിയിൽ നിന്ന് 3 പേരെ ആത്മാവ് തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്നലെ മണിക്കൂറുകൾ യാത്ര ചെയ്ത് ഈ മഴയുടെയൊക്കെ ഹല്ലേലൂയ അത്രയും പ്രതികൂലത്തിനകത്ത് ബൈക്കിലൊക്കെ നനഞ്ഞ് ഹല്ലേലൂയ ഇവിടെ വന്നത് എനിക്കറിയാം. ദൈവത്തിന്റെ പദ്ധതിക്കകത്തുള്ളതിനെ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിടെ കൂട്ടി വരുത്തിയിട്ടുണ്ട്. 3 പേരെ കർത്താവ് തിരഞ്ഞെടുത്ത് മുകളിൽ കൊണ്ടുപോയപ്പോൾ കർത്താവും ഏലിയാവും ഹല്ലേലൂയ ഹല്ലേലൂയ മോശെ അവർക്ക് വേണ്ടി പ്രത്യക്ഷപ്പെട്ടു. ഇന്ന് പകല തിരഞ്ഞെടുപ്പിനകത്തുള്ളവരാ ഇതിനകത്ത്. ഹല്ലേലൂയ. ഒത്തിരി പേരെ ഒന്നും നമുക്ക് വേണ്ട. ദൈവരാജ്യത്തിനകത്ത് വിശ്വസ്തയോടെ വിശുദ്ധിയോടെ തോളോട് തോള് അഭിപ്രായ വ്യത്യാസമില്ലാതെ ദൈവരാജ്യത്തിന്റെ ഹല്ലേലൂയ കെട്ടുപണിക്ക് വേണ്ടി ദൈവരാജ്യത്തെ ഈ ഭൂമിയിൽ കൊണ്ടുവരുവാൻ അതിന് നിയോഗമുള്ള ചിലതിനെ മാത്രം നമുക്ക് മതി. എല്ലാവരോട് ആലോചന പറയണമെന്ന് ആഗ്രഹമുണ്ട്. മീറ്റിംഗ് കഴിഞ്ഞ് അടുത്ത് വന്നാൽ പ്രാർത്ഥിച്ചു ദൂത് പറയാം. ഇന്ന് ദൈവദാസിമാർ നമ്മുടെ മുമ്പിലുണ്ട്. ദീർഘദൂര യാത്ര ചെയ്ത് പോകേണ്ടത്. ഇന്നലെ അവർ കുഞ്ഞുങ്ങളൊക്കെ ഇട്ടിട്ട് വന്നതാ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമ്മളെ ദൈവകരങ്ങളൊക്കെ ഏൽപ്പിച്ചാട്ടെ. ഇന്ന് പകൽ ദൈവത്തിൻ്റെ കയ്യൊപ്പ് നമുക്ക് തന്നിട്ടുണ്ട്. കർത്താവിൻ്റെ സൈൻ തന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ശ്രീജ സിസ്റ്ററോട് ഞാൻ പറഞ്ഞു, സിസ്റ്ററെ ഒത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ടാ, ഹല്ലേലൂയ ഇങ്ങനെ കർത്താവ് കയ്യൊപ്പ് തരുമോ? അപ്പോൾ എൻ്റെ കർത്താവിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ മഹത്വം ഞാൻ ആർക്കും വിട്ടുകൊടുക്കത്തില്ല.
കഴിഞ്ഞ 2 മീറ്റിങ്ങിനും ഒത്തിരി പേരെന്നെ സഹായിച്ചു. ഇന്ന് അവരെ എല്ലാം ആ വഴികളെ ദൈവം ബ്ലോക്ക് ചെയ്തിട്ട് ദൈവത്തിന്റെ കൈയൊപ്പിട്ടിട്ട് എനിക്കറിയാം അതിനകത്ത് ദൈവത്തിന്റെ എന്തോ പദ്ധതി മറഞ്ഞിരിപ്പുണ്ട്. ഏലിയാവ് ചൂരച്ചെടിയുടെ കീഴിലിരുന്നപ്പോൾ ഹല്ലേലൂയ ആഹാബിന്റെ കൊട്ടാരത്തിനകത്തിരുന്ന ഒരു കുടിലിനകത്തല്ല, രാജാവിന്റെ കൊട്ടാരത്തിനകത്തിരുന്ന ആ ഫുഡാണ്, റോയൽ ഫുഡാണ് ഏലിയാവിന് കൊടുത്തത്. ഹല്ലേലൂയ. എൻ്റെ ദൈവം ഇന്നും പുലർത്താൻ ശക്തനാ. ഏലിയാവ് മരിച്ചുപോയി, കാക്കയും പോയി, പക്ഷേ കർത്താവിന്റെ ശക്തി ഇന്നും കുറഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. അവന്റെ വരവ് ഇന്നും നിന്നിട്ടില്ല, അവന്റെ പ്രവർത്തികൾ ഇന്നും നിന്നിട്ടില്ല. കർത്താവിനോട് പറഞ്ഞു 40-ാം അധ്യായത്തിനകത്ത് യോസേഫ് പറയുന്നുണ്ട്, പാനപാത്രവാഹകൻ എന്നെ മറന്നുപോയി. ഹല്ലേലൂയ. കാരാഗൃഹത്തിനകത്ത് കിടക്കുമ്പോൾ പാനപാത്രകനോട് പറഞ്ഞു, നീ പുറത്തു ചെല്ലുമ്പോൾ എന്നെ കൂടെ ഓർക്കണം. നീ രാജാവിനോട് പറയണം. പക്ഷേ പാനപാത്രവാഹകൻ മറന്നു. ഇന്ന് പകൽക്കാലം ആരെല്ലാം നിന്നെ മറന്നാലും ഹല്ലേലൂയ നിന്നെ ചേർത്ത് നിർത്തുന്ന ഒരപ്പനുണ്ട്. ഞാൻ പറയാം, പണമുള്ളപ്പോൾ ആരോഗ്യമുള്ളപ്പോൾ നമ്മുടെ കൂടെ ഒത്തിരി പേര് കാണും. അതെന്റെ അനുഭവമാണ്. ആക്സിഡന്റ് വന്ന് കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ കൂടെ നിന്നവരും സ്നേഹിച്ചവരും കരുതിയവരെല്ലാം മാറിപ്പോയി. അവർക്ക് മനസ്സിലായി. അവർ ഓർത്തു ജോയ്മ സിസ്റ്റർ തീർന്നു. ഹല്ലേലൂയ. ഇവിടെ അങ്ങോട്ട് തീർന്നു, ശുശ്രൂഷ തീർന്നു. പക്ഷെ എൻ്റെ അപ്പനൊന്ന് തെളിയിക്കണമായിരുന്നു. ഹല്ലേലൂയ. കാലില്ലെങ്കിലും ദൈവരാജ്യത്തിന് വേണ്ടി ഹല്ലേലൂയ എടഞ്ഞാണെങ്കിലും ഞാൻ നിൽക്കും. ഹല്ലേലൂയ. ആരംഭ കാലഘട്ടത്തിൽ ദൈവരാജ്യത്തിന് വേണ്ടി ഇറങ്ങിയപ്പോൾ ഒത്തിരി അടിയേറ്റത് ഞാൻ. എൻ്റെ ഹസ്ബൻഡ് ഇന്നും വിശ്വാസത്തിലല്ല, ആശാരി കുടുംബത്തിൽ ജനിച്ചൊരു മനുഷ്യനാണ്. എൻ്റെ ഈ മൂക്കിൻ്റെ പാലം അടിച്ചോടിച്ചതാ. 2 മൂക്കിനും വന്ന് എൻ്റെ അമ്മ ഇരിപ്പുണ്ട്, എൻ്റെ കുഞ്ഞുങ്ങളുണ്ട്. സിസ്റ്റർ ഇവർക്കെല്ലാം അറിയാം, പ്രിയ സിസ്റ്റർക്ക് അറിയാം. ഹല്ലേലൂയ. എൻ്റെ മുഖത്ത് മുറുക്കാൻ മുറുക്കി 2 കവൾ മുഖമടച്ച് തുപ്പി 1.5 മണിക്കൂർ എന്നെ ഇരുത്തി. യേശുവിനെ തള്ളി പറയണം, ഈ ബൈബിള് കത്തിച്ച് കളയണം, ഇത് കീറിക്കളഞ്ഞിട്ട് ഹല്ലേലൂയ ഞാൻ നിന്നെ സ്വീകരിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. എൻ്റെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഞാൻ ഹല്ലേലൂയ കണ്ണുനീരോടെ ഇരിക്കുമ്പോൾ കർത്താവിനോട് പറഞ്ഞു, കേരിത്ത് ഞാൻ അടയ്ക്കും, സാരാപാത്ത് ഞാൻ നിനക്ക് വേണ്ടി തുറക്കും. എൻ്റെ ഹസ്ബൻഡ് ഭവനത്തിനകത്തുനിന്ന് 2018 ഇറങ്ങിപ്പോകുമ്പോൾ പിഞ്ചു കുഞ്ഞുങ്ങളാണ്, 3, 4 നിൽക്കുന്ന കുഞ്ഞുങ്ങളെ മാറോട് ചേർത്ത് നിന്ന് ഞാൻ വാവിട്ട് കരഞ്ഞു, കർത്താവേ ഞാൻ എങ്ങനെ ഇവരെ പഠിപ്പിക്കും? ഇവരുടെ പഠനം, ഇവരുടെ വിദ്യാഭ്യാസം, ഇവരുടെ ഫീസ്, ഇവർക്ക് ആഹാരം, വസ്ത്രം ഞാൻ എന്ത് ചെയ്യും? അന്ന് എന്നോട് കർത്താവ് ഇടപെട്ടതാ, കേരിത്തു ഞാൻ അടച്ചു മോളെ, പക്ഷെ സാരാഭാത്ത് ഞാൻ നിനക്ക് വേണ്ടി തുറക്കൂ. ആ തുറന്ന അടവ് ഹല്ലേലൂയ ഉറവ ഇന്ന് വരെ അടഞ്ഞിട്ടില്ല. കർത്താവ് വേണ്ടുന്നതെല്ലാം നൽകി തന്നു. വിശ്വസ്തയോടെ ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ കഴിഞ്ഞ ദിവസവും ഹല്ലേലൂയ എൻ്റെ ഹസ്ബൻഡ് കുഞ്ഞുങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മയോട് പറ ഇതെല്ലാം കളഞ്ഞിട്ട് ഹല്ലേലൂയ എൻ്റെ കൂടെ നിൽക്കാൻ പറ. ഞാൻ പറഞ്ഞു, ഹല്ലേലൂയ കർത്താവിനെ തള്ളി പറഞ്ഞിട്ട് എനിക്കൊന്നും വേണ്ട, എനിക്കൊന്നും നേടാനില്ല. ഹല്ലേലൂയ. എൻ്റെ പ്രാണനെ തന്ന എൻ്റെ കർത്താവ്, ജീവൻ തന്ന് നമ്മളെ രക്ഷിച്ച അപ്പായെ മറന്ന് നമുക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയും? കർത്താവിനോട് പറഞ്ഞു, നീ അവരുടെ പക്ഷം ചേരത്തില്ല, അവർ നിന്റെ പക്ഷം ചേരും. ഹല്ലേലൂയ. എൻ്റെ ദൈവത്തിന് 1 മിനിറ്റ് മതി. ഞാൻ പറഞ്ഞു, പൂണൂലിട്ടവരെ ദൈവരാജ്യത്തിന് കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ ആശാരി കുടുംബത്തിൽ ജനിച്ചു വളർന്ന നിങ്ങളെ കൊണ്ടുവരാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഞാൻ നിങ്ങളുടെ പക്ഷം ചേരത്തില്ല, നിങ്ങൾ എൻ്റെ പക്ഷം ചേരുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ദൈവജനത്തിൽ പറയുന്നത് പോലെ നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കയില്ല. ഇന്നും അമ്പലങ്ങൾ ദേവസ്വം ബോർഡിൻ്റെ ജോലിയാണ് ചെയ്യുന്നത്. എല്ലാ അമ്പലങ്ങളിൽ പോയി ഇന്നും ഈ ഭൂമിയിൽ ഞാൻ ജീവനോടെ ഇല്ല, മരിച്ചവർക്ക് ചെയ്യുന്ന ബലികർമ്മം വരെ എനിക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞു. എന്നിട്ട് ഞാൻ ജീവനോടെ നിൽക്കുക. ഹല്ലേലൂയ. ഒരുപാട് തവണകൾ എനിക്കെതിരെ ഒത്തിരി ആയുധങ്ങൾ ഉപയോഗിച്ച് വലിയൊരു മേജർ ആക്സിഡന്റ്, ഇതിനകത്ത് വേണേ മരണം സംഭവിക്കാമായിരുന്നു. കണ്ടവരെല്ലാം പറഞ്ഞു. പക്ഷേ ഈ ബാഗ് എൻ്റെ തോളിൽ കിടക്കുമ്പോൾ തെറിച്ച് വീണപ്പോഴും കറക്റ്റ് ബാഗ് തലകണ പോലെ എൻ്റെ തലയിൽ വന്ന് വീണു. ഹല്ലേലൂയ. ആ റോഡിൽ എൻ്റെ തലയടിക്കാൻ ദൈവം അനുവദിച്ചില്ല. ഹല്ലേലൂയ. എൻ്റെ കർത്താവിന് എനിക്കറിയാം ചെയ്തു തീർക്കേണ്ട ഒത്തിരി ഹല്ലേലൂയ ശുശ്രൂഷകൾ എൻ്റെ മുമ്പിലുണ്ട്. എന്നിൽ കൂടി വിടിവിച്ച് പുറത്തു കൊണ്ടുവന്ന ഒത്തിരി സഹോദരിമാരുണ്ട്, തകർന്ന ഒത്തിരി കുടുംബങ്ങളുണ്ട്. ആ കർത്താവിന്റെ എണ്ണത്ത് ആകുന്നത് വരെ ലോകത്തിൽ ഒരു പിശാചും എന്നെ തൊടത്തില്ലെന്ന് എനിക്കറിയാം.
പ്രതികൂലങ്ങളില്ലെന്നല്ല, പ്രതിസന്ധികളില്ലെന്നല്ല. ഹല്ലേലൂയ. ക്രിസ്തീയ ജീവിതം പട്ടുമെത്തയല്ല, അത് ക്രൂശാ. പക്ഷെ അതിനകപ്പുറത്തൊരു വലിയ മഹത്വമുണ്ട്. യോസേഫിനെ മാനിച്ച കർത്താവ് കയ്യൊപ്പ് കൊടുത്ത യോസേഫിനെ പൊട്ടക്കിണറിനകത്തിട്ടു. തൻ്റെ സഹോദരന്മാരുടെ അച്ചാച്ചന്മാരുടെ ക്ഷേമം അന്വേഷിക്കാൻ പോയ തൻ്റെ സഹോദരനെ പൊട്ടക്കിണറിനകത്തിട്ടു. ഈ ആക്സിഡന്റ് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഒറ്റപ്പെടുത്തി, ഒത്തിരി പേർ മാറ്റി നിർത്തി. ഹല്ലേലൂയ. ഒത്തിരി പേർ. ഞാൻ ഇന്നും ഓർക്കുന്നു, ഞങ്ങൾ താമസിക്കുന്ന 2 നില, എനിക്കവിടെ കയറാൻ പറ്റത്തില്ല. സർജറി കഴിഞ്ഞു, എന്നെ ഡിസ്ചാർജ് ചെയ്തു. ഞാൻ പാർക്കുന്ന വീടിനവിടെ വന്നിട്ട് 6 മണിയായി ഡിസ്ചാർജ് ചെയ്ത് വന്നിരിക്കുക. രാത്രി 11 വരെ ആ റോഡിൽ ഒരു കസാരയിലിരിക്കുക, കാല് വെച്ചു. എന്നെ അവിടെ കയറ്റാൻ നോക്കിയിട്ട് കയറാൻ പറ്റുന്നില്ല. സ്നേഹിച്ചവരും കരുതിയവരും കൊടുത്തവരും എല്ലാം മാറി മാറി ഒത്തിരി പേരെ ഫോൺ ചെയ്ത് എൻ്റെ കുഞ്ഞുങ്ങൾ കരഞ്ഞുകൊണ്ട് 2 രാത്രി ഒന്ന് കിടത്താമോ, അടുത്തൊരു വീട് കിട്ടുന്നത് വരെ 1 രാത്രി ഒന്ന് കിടത്താമോ? അവരെല്ലാം പറഞ്ഞ് ഞങ്ങൾക്ക് പറ്റത്തില്ല. അതാ പറഞ്ഞ യോസേഫ് പറഞ്ഞത്, പാനപാത്രകൻ പോലും എന്നെ മറന്നുപോയി, പക്ഷെ എന്നെ മറക്കാത്തൊരു കർത്താവ്. അപ്പം 11:30 കഴിഞ്ഞപ്പോൾ ഞാൻ ഓർക്കുന്നു സിസ്റ്ററെ, ഹല്ലേലൂയ, എൻ്റെ ഹൃദയം ഒത്തിരി വേദനയ്ക്ക് അത് പറയുമ്പോൾ. ഒരു ചന്തയ്ക്കകത്ത് മീൻ കൊട്ടയ്ക്കകത്ത് മീനിട്ട് ലേലം വിളിക്കുന്നത് പോലെ, സമ്പത്തുള്ളപ്പോൾ ആരോഗ്യമുള്ളപ്പോൾ രാത്രികളെ പകലാക്കി ഒരുപാട് പേർ കോടി നടന്ന് പ്രാർത്ഥിച്ച ഞാൻ ഒരു രാത്രിയിൽ വിശ്രമിക്കും. അപ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ കർത്താവിനെ തല ചായ്ക്കുവാൻ ഒരു വിടമില്ലാതെ, കർത്താവിനെ ജനിക്കുവാൻ ഒരു പുൽക്കൂട്ടിലാണ് ജനിച്ചത്. എനിക്കറിയാം, ആരെല്ലാം മാറിപ്പോയാലും മാറിപ്പോകാത്തൊരപ്പനും. ആ കിടക്കയൊക്കെ കിടന്നപ്പോൾ ഒരുപാട് പേരുടെ ഫോൺ കോളുകൾ, ഞാൻ ആശ്വാസത്തിൻ്റെ വാക്കുകൾ പ്രതീക്ഷിച്ച് ആരും എന്നെ വിളിച്ചില്ല, ആരും എന്നെ തിരക്കിയില്ല. ആ സമയത്തൊക്കെ എന്നെ ചേർത്ത് പിടിച്ച് നിന്നവരാണ് ഇടുക്കിയിൽ നിന്ന് വന്നവർ. ഹല്ലേലൂയ. എനിക്കൊന്നറിയാം, കർത്താവ് നിങ്ങളെല്ലാം അനുഗ്രഹിക്കും. അന്ന് രാത്രിയിൽ മണിക്കൂറുകൾ അവിടെ ഇരിക്കുക. ഇൻഫെക്ഷൻ ഉണ്ടാവാൻ ഏത് നിമിഷവും സാധ്യതയുണ്ട്, അത്ര മുറിവാണ്. ഓപ്പറേഷൻ ചെയ്ത് സ്റ്റിച്ച് എടുത്തതേ ഉള്ളൂ. ആ വാഹനങ്ങളൊക്കെ പോകുമ്പോൾ പൊടി പറക്കുകയാണ്. എൻ്റെ കുഞ്ഞുങ്ങൾ കരയുക, എന്താ ചെയ്യുന്ന, അമ്മ എവിടെയാണ് കൊണ്ടുപോകുന്നത്? ഒത്തിരി പാസ്റ്റേഴ്സിനെ വിളിച്ചു, ഒത്തിരി ദൈവമക്കൾ. അതുകൊണ്ട് ഞാൻ പറയാം, ഒരുപാട് പേര് സ്നേഹിച്ച് വരുമ്പോൾ ഓർത്തോണമേ, അപ്പനേക്കാൾ അധികമായി ആരെ സ്നേഹിക്കരുതേ. എൻ്റെ അനുഭവത്തിനകത്തുനിന്ന് ഞാൻ വിളിച്ചു പറയുകയാ, അവസാന ശ്വാസം വരെ നമ്മളെ ചേർത്ത് നിർത്തുന്ന അപ്പൻ മാത്രമാ. അപ്പോഴും ഒരുപാട് നന്മകൾ തരാനുള്ളവർ എനിക്കുണ്ട്, ലക്ഷങ്ങൾ എനിക്ക് തരാനുള്ളവരെ അപ്പോഴും എൻ്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. അവരെല്ലാം എൻ്റെ മുമ്പിൽ വാതിലുകൾ കൊട്ടിയടച്ചു. എന്നോട് ആ ദൈവദാസൻ ദൂത് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഒരു പ്രതിസന്ധിക്കകത്തൂടെ ഞാൻ നിന്നെ കടത്തിവിടും. എനിക്ക് ആ പേര് പറഞ്ഞതിനകത്ത് അഭിമാനമുണ്ട്. നമ്മുടെ ചെങ്ങന്നൂരുള്ള സജിമോൻ തങ്കച്ചൻ പാസ്റ്ററാണ് എന്നോട് ദൂത് പറഞ്ഞത്. സിസ്റ്ററെ, വലിയൊരു പ്രതികൂലത്തിനകത്തൂടെ ഞാൻ നിന്നെ കടത്തിവിടും. നിനക്ക് സഹിക്കാൻ കഴിയത്തില്ല, പിടിച്ചു നിന്നോണം. എല്ലാവരും നിന്നെ കുറ്റപ്പെടുത്തും, എല്ലാവരും നിന്നെ നിന്ദിക്കും. നീ മുട്ടുന്ന വാതിലുകളെല്ലാം നിന്റെ മുമ്പിൽ അടയപ്പെടും. പക്ഷെ നീ അവിടെ പിടിച്ചു നിർത്തോണം. അടുത്തൊരു പ്രമോഷനും അടുത്തൊരു ലാൻഡും ദൈവം നിനക്ക് വേണ്ടി ഒരുക്കും. ഞാൻ അപ്പോഴൊക്കെ ഓർക്കും, അടുത്തൊരു ലാൻഡ്, വർഷങ്ങളായി വാടകയ്ക്ക് താമസിക്കുക കുഞ്ഞുങ്ങളെ കൊണ്ട് മാറി മാറി. അപ്പോൾ ഞാൻ ഓർത്ത്, വീടിനകത്ത് വീണ് ഒരു ആക്സിഡന്റ് പറ്റുകയാണെങ്കിൽ നമുക്ക് ആര് 10 പൈസ തരും? ഇത് ദൈവം അവിടെ കൊണ്ടിടിപ്പിച്ചു വലിയൊരു കേസ് ദൈവം ഒരുക്കി തന്ന് അതിനകത്തുനിന്ന് ഒരു നന്മ തരുമ്പോൾ ഒരു ലാൻഡ് കർത്താവ് എനിക്ക് തരും. ആരുടെ മുമ്പിൽ കൈ തൊടാ. ഞാൻ പറഞ്ഞ, അപ്പാ, എൻ്റെ ജീവന്റെ വിലയാണോ എനിക്കൊരു ലാൻഡ്? കാലൊടിച്ചിട്ടാണ് അപ്പാ എനിക്കൊരു ലാൻഡ്. എന്നോട് പറഞ്ഞു, നീ മൗനമായി നിന്നോണം, നീ സൈലൻ്റായി നിന്നോണം. ഞാൻ നിന്നെ ഉയർത്തുന്ന ചില ദിവസങ്ങളുണ്ട്. ഇപ്പോൾ ഹല്ലേലൂയ, നീ കർത്താവ് മരിച്ചടക്കപ്പെട്ട് കല്ലറയ്ക്കകത്തിരുന്നത് പോലെ നീ ഇരുന്നോണം. നിന്നെ ഉയർപ്പിക്കുന്ന ഒരു ദിവസമുണ്ട്. അന്ന് നിന്റെ കുടുംബം മാത്രമല്ല, നിന്റെ ദേശം മുഴുവൻ കാണത്തക്ക വിധത്തിൽ ഒരത്ഭുതമാക്കി ഞാൻ നിന്നെ നിർത്തും. എപ്പോഴും അപ്പൻ്റെ ശബ്ദം കേൾക്കുന്ന കാതുകളാണ്, അപ്പനോട് സംസാരിക്കുന്ന നാമം. ഹല്ലേലൂയ. ഇന്നലെ രാത്രിയും അപ്പൻ എന്നോട് സംസാരിച്ചു. ഇവിടെ ഞാനിരുന്ന് പ്രസംഗിക്കുമ്പോൾ എൻ്റെ കുഞ്ഞ് പനി കൂടി, ഞങ്ങൾ റെസ്റ്റ് ചെയ്യുന്ന ഒരു പാസ്റ്ററുടെ വീട്ടിൽ എൻ്റെ കുഞ്ഞ് കിടക്കുക, ഇളയ മോൻ. ഭയങ്കര ചൂടാ, 3 ദിവസമായി വിട്ടുമാറാത്ത ചൂടാ. ഞാൻ ആ റൂമിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങിപ്പോന്നപ്പോൾ സിസ്റ്റർമാരെന്നെ ബലപ്പെടുത്തി. ഞാൻ പറയാം, എനിക്ക് ഭയങ്കര ടെൻഷൻ, കുഞ്ഞിന് ഭയങ്കര ചൂട്. അങ്ങനെ വില കൊടുത്ത് ഇവിടെ നിൽക്കുന്നു. എനിക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, അകത്തളങ്ങളിൽ ഒതുങ്ങിക്കിടക്കുന്ന ഒത്തിരി ദൈവദാസിമാരുണ്ട്, അവരെല്ലാം പുറത്തെടുക്കണം. ദൈവരാജ്യത്തിനകത്ത് അവരെല്ലാം കൈപിടിച്ച് കയറ്റണം.
ഹല്ലേലൂയ. അതിനുവേണ്ടി നിങ്ങൾ എന്നോട് ചേർന്ന് നിൽക്കണം. അടുത്ത ജില്ലകളിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ വിടുമ്പോൾ ഹല്ലേലൂയ, അസൂയയില്ലാതെ കുശുമ്പില്ലാതെ ഐക്യതയോടെ നമ്മൾ ഒരപ്പൻ്റെ അടുത്ത് പോകാനുള്ളവരാ. ഒരപ്പത്തിന്റെ അംശികളാ നമ്മൾ. ഹല്ലേലൂയ. എല്ലാ സ്പിരിറ്റുകളും മാറ്റിവെച്ച്, എല്ലാ ജാതി സ്പിരിറ്റുകളും, എല്ലാ ഡിമോൺ ഹല്ലേലൂയ ചർച്ചുകളെ എല്ലാം മാറ്റിവെച്ചിട്ട് ദൈവരാജ്യത്തിന് വേണ്ടി അപ്പന്റെ വരവിങ്കൽ ചിലരെ പ്രസന്റ് ചെയ്യത്തക്ക വിധത്തിൽ ആത്മാവ് ചിലതിനെ ഒരുക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ഒരുക്കട്ടെ. അതിനുവേണ്ടി കൈയോടെ കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് ആത്മാവ് നമ്മളെ നയിക്കട്ടെ. ഹല്ലേലൂയ. പകൽക്കാലം ഹല്ലേലൂയ ഇവിടെ കടന്നു വന്ന് ഇത്രയും മിനിറ്റുകൾ ഇരിക്കുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. ഹല്ലേലൂയ. ആ കർത്താവിന് സകല കോടാനോ കൂടി ഹല്ലേലൂയ മഹത്വം ഞാൻ അർപ്പിക്കുകയാണ്. കടന്നു വന്ന എല്ലാ ദൈവജനത്തോടും എൻ്റെ സ്നേഹത്തെ ഞാൻ അറിയിക്കുന്നു.